വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളൊരു ടീസർ ഒപ്പീനിയൻ പറയാൻ പോവാണ്. വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ നമ്മളിപ്പോഴല്ലേ പറയണത്. വർഷങ്ങൾക്ക് ശേഷം നല്ലതോ സിനിമയുടെ പേര് അങ്ങനെ പറയണം. ഏതാ വിള്? അപ്പോൾ പ്രണവ് മോഹൻലാൽ ഫാൻസിന്റെ നിരന്തരമായ അഭ്യർത്ഥന പ്രകാരം എന്നോടുള്ള നിരന്തരമായ അഭ്യർത്ഥന പ്രകാരം ഞാൻ ഈ ടീസർ റിയാക്ട് ചെയ്യാൻ വന്നിരിക്കുന്നു. രാവിലെ മുതൽ തള്ളു തുടങ്ങിയിട്ടുണ്ട്. ഓളോട് ആരോ ഈ ടീസർ വരും, ഒന്ന് ചേച്ചി കണ്ടിട്ട് അഭിപ്രായം പറയണേന്ന് പറയണ ഈ ആയിരക്കണക്കിന് ഫാൻസ് പറഞ്ഞു തള്ളി മറക്കുന്നത് ഇപ്പുറത്ത് കിടന്നുണ്ട്. ആയിരക്കണക്കിന് ഫാൻസിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഒന്ന് റിയാക്ട് പിന്നെ മോഹൻലാൽ ഫാൻസ് ഉണ്ട് അപ്പുറത്ത്, മോഹൻലാൽ ഫാൻസും ഉണ്ട്, പ്രണവ് മോഹൻലാൽ ഫാൻസും ഉണ്ട്. തള്ളു മതി. വീണ്ടും മദ്രാസ്. വിനീത് ശ്രീനിവാസനും ചെന്നൈയുമായിട്ട് ഭയങ്കര കണക്ഷനാണ്. പിന്നെ അതിന് കണ്ടില്ലേ മെറിലാൻഡ് സിനിമാസിന്റെ ആണ്. പിന്നെ അതേപോലെ തട്ടത്തിൻ മറയത്ത് അവരുടെ ടീമാണ് ഹൃദയം. മറ്റേ നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമ. അത് മാത്രല്ല അതിന് സിനിമന്റെ പേരും പറയണല്ലോ, ചെന്നൈ. പിന്നെ ധ്യാൻ എന്താ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ യങ് ആയിട്ടുള്ള എല്ലാരെയും കൊണ്ട് അഭിനയിപ്പിച്ചിരിക്കുക. ഹൃദയത്തിലുള്ള ആൾക്കാരും ഉണ്ട്, കൊറേ ആളുണ്ടല്ലേ, കണ്ടമാൻ ആൾക്കാര്. പെട്ടെന്ന് പോയി. ആസ് യൂഷ്വൽ ഇപ്പൊ വന്നു കല്യാണി, മോഹൻലാൽ, പ്രണവ്, കോംബോ. ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായ പ്രകാരം നല്ല ഓർമ്മശക്തിയുള്ള അലവലാദികളെയാണ് നന്നായി പഠിക്കുന്നവരെ കണക്കാക്കുന്നത്. സത്യം. അയ്യോ, ഞാൻ വളരെ ബിസിയാണ്. എനിക്ക് സ്കോച്ച് അടിക്കണം, റം അടിക്കണം, വാള് വെക്കണം, ഒരുപാട് കാര്യങ്ങളുണ്ട് മോനെ. ആസ് യൂഷ്വൽ ക്ലീഷ സാധനം പറയട്ടെ, മോഹൻലാലെന്നെ കറക്റ്റ് പോലെ. ഞാൻ ഈ ടീച്ചർ ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു മുന്നേ. കണ്ടപ്പോ തന്നെ ഞാൻ ഫസ്റ്റ് കണ്ടു. ഞാൻ കണ്ടപ്പോ തന്നെ അയ്യോ ഇത് കറക്റ്റ് മോഹൻലാൽ, എന്തൊരു മുഖച്ചായി, എന്തൊരു എക്സ്പ്രഷൻ. പ്രണവിനെ കൊണ്ടുവരുമ്പോ ഇത് വാണ്ടഡ്ലി അങ്ങനത്തെ ഒരു സാധനം പിടിച്ച് ചെയ്യിക്കുന്നതാണോ ആ മാനർ? ഓട്ടോമാറ്റിക്കായിട്ട് വരാണോ എനിക്ക് തോന്നുന്നു. അത് ഓട്ടോമാറ്റിക് ആയിട്ട് വരികയാണോന്ന് അറിയില്ല. മോഹൻലാൽ തന്നെ. അപ്പൊ എല്ലാരും എന്താ പറയാ, അച്ഛന്റെ മോനല്ലേ അവനല്ലേ വരിക? അല്ല, എന്നാലും മോഹൻലാൽ തന്നെയാണ് സത്യം. എന്റെ കഥ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. അയ്യോ, നീ എന്ത് കഥ പറഞ്ഞാലും പുള്ളിക്ക് ഇഷ്ടപ്പെടും. ഇത്രയും മണ്ടനായ ഒരു പ്രൊഡ്യൂസർ എനിക്ക് ഇനി ജന്മത്തിൽ കിട്ടൂല. നീരജ് ബാബു, ബേസിൽ ജോസഫ്. വർഷങ്ങൾക്ക് ശേഷം എന്നുള്ളത് ശരിയാട്ടോ. അത് പഴയ കാലം ഇപ്പൊ പുതിയ കാലം കാണിക്കാവൂ അല്ലെ? ഇതില് കൊറേ കോംബോ വർഷങ്ങൾക്ക് ശേഷ. പ്രണവ് വിനീത് കോംബോ വർഷങ്ങൾക്ക് ശേഷം. ഒരു വർഷം കഴിഞ്ഞല്ലേ ഹൃദയം ഉണ്ടായത്? കുറച്ച് വർഷങ്ങൾക്ക് ശേഷം. കഴിഞ്ഞ കൊല്ലൊന്നുമല്ല, 2023 അല്ല ഹൃദയോ ദർശന പാട്ടോ തുടക്കം ജനുവരി സമയത്ത് ആണ് എന്റെ ഓർമ്മ. അപ്പൊ എന്താ പറയാ, അജു വർഗീസ് വിനീത് അതൊക്കെ ആ സമയത്ത് തന്നെയല്ലേ അവരൊക്കെ ഉണ്ട് തോന്നുന്നു. ധ്യാനും അജു വർഗീസും അടി കപ്പിയാരെ കൂട്ടമാണ്. അത് കഴിഞ്ഞിട്ട് എപ്പോഴൊക്കെ വന്നിട്ടില്ലേ കുഞ്ഞിരാമായണം, അതൊക്കെ എത്ര കാലം മുന്നത്തെയാണ്. അപ്പൊ അതിൽ പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഇത് അതെല്ലാം കാണിക്കുന്നത്. എല്ലാ അറിയാലുണ്ടല്ലോ. പോളെ ഏപ്രിൽ 11 ചാകരയാണ്. ചാകരയാണ് സത്യത്തില്. മറ്റേന്താ ഓ ഗണേശ, ജയ് ഗണേശ. ഇത് പിന്നെ ടോക്സിക് അതിന് മുന്നേ ആണോ എനിക്ക് അറിയില്ല. ടോക്സിക് കൊറേ സിനിമ ഉണ്ട്. ഏപ്രിൽ 11 കണ്ടമാനം സിനിമകൾ ഇറങ്ങുന്നുണ്ട് കേട്ടോ. ആൻഡ് വിനീത് ശ്രീനിവാസൻ ആയതുകൊണ്ട് ഇപ്പൊ നിവിൻ പോളിനൊക്കെ പിടിച്ച് മാക്സിമം ഊറ്റും, അത് ഉറപ്പാണ്. നല്ല രസത്തില് ഊറ്റും. ഓൾറെഡി
ബേസില് നീരജ് മാധവ് എത്രമാനം ആൾക്കാർ അതിനകത്ത്, കണ്ടമാനം ആൾക്കാര്. ആൻഡ് പ്രണവ് മറ്റേ കല്യാണി ഒരു കോംബോ സാധനം. അതിനിടയിൽ നമ്മളെ ധ്യാൻ ശ്രീനിവാസൻ കയറി നിൽക്കും. ഇത് ചെന്നൈയിൽ ഇവര് സിനിമ വരാന്ന് പിടിച്ച് കയറി പോയിട്ട് അപ്പോഴും ഇപ്പോഴും വർഷങ്ങൾക്ക് ശേഷം പഴയതും പുതിയതും കൂടി കാണിക്കണമെന്നുണ്ട്. ഡയലോഗ് ഉണ്ടല്ലോ, വലിയ ആളായി കഴിഞ്ഞ മറക്കരുതെന്ന് പറയുന്നത്. ആൻഡ് നിവിൻ പോളി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് അപ്പൊ ആ ടൈമിൽ ഫേമസ് ആയി നിൽക്കുന്ന ഒരു നടനെയാണ് അല്ലേ, അങ്ങനെയാണ് തോന്നുന്നു. നീരജ് മാധവും സെയിം ബേസില് തിയേറ്ററിൽ അല്ല, ബേസിലൊരു ഫാൻ ആയിരിക്കാം ചിലപ്പോ ഇവരുടെ ആരെങ്കിലും. നീരജ് മാധവ് ഒരു കോർപ്പറേറ്റ് കൈൻഡ് ഓഫ് ടച്ചിൽ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. മേ ബി ഒരു പ്രൊഡ്യൂസർ, അറഗൻ പ്രൊഡ്യൂസർ. ചുമ്മാ എറിഞ്ഞിടാൻ പാടില്ല. ഒന്നും പറയാൻ പറ്റില്ല. ആസ് യൂഷ്വൽ പ്രണവ് മറ്റേ 1 സ്റ്റാർ ആവും. അതൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോ ട്രാജഡി ആണെങ്കിലോ അതൊന്നും ആവുന്നില്ല. പിന്നെ മോഹൻലാലിന്റെ മോൻ ഉണ്ടാവുള്ളൂ. പിന്നെ അതേപോലെ പ്രൊഡ്യൂസറിന് ഒരു കുത്തു കൊടുത്തിട്ടുണ്ട്. മണ്ടന പറഞ്ഞ നേരെ കറക്റ്റ് പ്രൊഡ്യൂസർ പോയി കാണിക്കുന്നുണ്ട്, പ്രൊഡ്യൂസർ ചെയ്യുന്നത്. അപ്പോ ടോട്ടാലിറ്റിയിൽ കാണുമ്പോ ഭയങ്കര അപ്പീലിംഗ് ആണ്, ഭയങ്കര രസമുണ്ട്. നല്ല കുറെ കളേഴ്സ്. കാരണം പഴയ കാലം കാണിക്കുമ്പോ ഒരു വേറൊരു കളറും പുതിയ കാലത്തേക്ക് വന്നപ്പോ ഒരു ചേഞ്ച് വന്നു. ഇതൊക്കെ ആണെങ്കിൽ കറക്റ്റ് മൈന്യൂട്ട് കാര്യങ്ങൾ കറക്റ്റ് ആക്കി. ഡയറക്ടർ വിനീത് ആയതുകൊണ്ട് തന്നെ ഇതിൽ ആരെ കയറ്റി അവതരിപ്പിച്ചാലും അഭിനയിച്ചാലും അവർക്കൊക്കെ ഒരു മീറ്റർ വിനീത് കൊടുക്കും. അതിനകത്ത് നിർത്തിയേ ചെയ്യിക്കുള്ളൂ. പിന്നെ ഇത്രയും ടൂ മച്ച് ഓഫ് പേരുകൾ, വലിയ വലിയ പേരുകൾ, കുറെ പേരുകൾ കാണുമ്പോഴാണ് എനിക്കൊരു പേടി. കൊറേ ആള് വന്നു പോലെ എല്ലാവർക്കും ഉള്ള സ്പേസ് കിട്ടേണ്ടത്. ഇപ്പൊ 2.5 മണിക്കൂറല്ലേ ഉള്ളൂ. അതായത് അനിമൽ പാർക്കും അതിന് 3.5 മണിക്കൂറല്ലല്ലോ, 2.5 മണിക്കൂറല്ലേ ഉള്ളൂ. അപ്പൊ എന്താ അനിമലിന് ആൾക്കൊരു പുച്ഛം. അനിമൽ പാർക്ക് വേറെയാണ്. അയ്യോ അത് രൺബീർ, ഇത് സായി. വ്യത്യാസമുണ്ട്. ഞാൻ യശ്മികയല്ല എന്തായാലും. അപ്പൊ ആകെ മൊത്തം ഒരു നല്ല വൈബ് അല്ലേ, നല്ല രസമുണ്ട്. പ്രണവ് മോഹൻലാലിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രണവിനെ മോഹൻലാലിനെ ഇഷ്ടമുള്ളതുകൊണ്ടാണ് പ്രണവിനെ ഇഷ്ടമായത്. അത് വേറെ മാറ്റി പറയല്ലേ. ഈ ദുൽഖറിനെ ഇഷ്ടമല്ലാന്ന് പറയുന്നു, അതുകൊണ്ട് എനിക്ക് മമ്മൂട്ടിനെ ഇഷ്ടമല്ലാന്ന് പറഞ്ഞു. അല്ല, ഞാൻ മമ്മൂട്ടിനെ ഞാൻ പറഞ്ഞ ഈ വെറും സി ക്ലാസ് ലാലേട്ടൻ ഫെന്നാണ്. ആണല്ല, ഞാൻ ഈ 80-90 കാലഘട്ടങ്ങളിലെ മോഹൻലാൽ സിനിമകളും കണ്ടിട്ട് 80 ജനിച്ചിട്ടില്ല, പക്ഷെ 80-ലെ സിനിമകളുണ്ടല്ലോ, 90 കാലഘട്ടം, 90-2000 കാലഘട്ടങ്ങളിലെ കുറെ സിനിമകൾ കണ്ടിട്ടാണ് ഞാൻ ഫാൻ ആയത്. അന്ന് മോഹൻലാലിന് ഉള്ള സിനിമകളെ കാണുന്ന ഒരു രസം മമ്മൂട്ടിയുടെ സിനിമയിൽ എനിക്ക് തോന്നിയിട്ടില്ല. ഉണ്ടെങ്കിലും ആ ഒരു കളിച്ചിരി തമ്മിൽ എനിക്ക് എന്റെ ഫേവറേറ്റ് സിനിമകളാണ് കിലുക്കം, മണിച്ചിത്രത്താഴ്, താളവട്ടം, പിന്നെ മിന്നാരം, തേന്മാവിൻ കൊമ്പത്ത്, അങ്ങനത്തെ കുറെ സിനിമകളുണ്ട്. അതിൽ ഫുള്ള് കോമഡി വൈബ്, പാട്ട്, അങ്ങനെ ഇങ്ങനെയുള്ള കുറെ സാധനങ്ങളാണ്. ഇല്ല, അവ മോഹൻലാലിനെ ഇഷ്ടമാണ്. 1000 ആൾക്കാർ ഇതിന്റെ ഒപ്പീനിയൻ പറയാനുള്ളത്. ആയിരത്തിന് ഒരു 1200-1300 പേരുണ്ട്. 2-3 പേരും കൂടി ഉണ്ട്. കറക്റ്റ് അങ്ങനെ റൗണ്ട് ഓഫ് ചെയ്യാൻ പാടില്ല. സ്വന്തം അക്കൗണ്ട് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി അവിടുന്ന് അങ്ങോട്ട് ഇതൊന്ന് റിയാക്ട് ചെയ്യാറുണ്ടെങ്കിൽ അവിടെ കാണിച്ചെന്നുള്ളൂ. അതുകൊണ്ടാണ് റിയാക്ട് ചെയ്യണത്. എനിക്കറിയാം. ശരി.